അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്ഡേറ്റുകളൊക്കെ നൽകിയിട്ട് ഒരുപാട് നാളുകളായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മീദ് പോർട്ടൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റാണ്. അതിനകത്ത് എല്ലാ വഖഫ് സ്ഥാപനങ്ങളും അവരവരുടെ സ്വത്തുക്കളുടെ വിശദ വിവരങ്ങൾ, അതിൻ്റെ സർവേ നമ്പറുകളും ബാക്കിയുള്ള ഡീറ്റെയിൽസും അതിൽ അപ്ലോഡ് ചെയ്യേണ്ട അവസാന തീയതി നാളെയാണ്. നാളത്തോട് കൂടിയിട്ട് ഈ ഒരു സമയപരിധി അവസാനിക്കുന്നു. ആ സമയപരിധിക്കുള്ളിൽ നമ്മൾ ഈ വഖഫ് പോർട്ടലിൽ, ഉമ്മീദ് പോർട്ടലിൽ വഖഫ് സ്വത്തുക്കൾ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ പിന്നീട് വഖഫിന് നഷ്ടപ്പെടുകയും അത് സർക്കാരിൻ്റെ പ്രോപ്പർട്ടി ആവുകയും മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് വഖഫിൻ്റെ ഉമ്മീദ് പോർട്ടലുമായി ബന്ധപ്പെട്ട് നമ്മുടെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ചില റിപ്പോർട്ടുകൾ ഞാൻ വായിക്കാം. ആദ്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഡേറ്റ് 2025 ഡിസംബർ 6. അതിന് സുപ്രീം കോടതിയിലേക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും വഖഫ് ബോർഡും പോയിട്ട് സമയം നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് സുപ്രീം കോടതി എന്ത് പറഞ്ഞു എന്ന് നമുക്ക് റിപ്പോർട്ടിലൊന്ന് കാണാം. വഖഫ് രേഖകൾ സമർപ്പിക്കാനുള്ള സമയം നീട്ടാനാവില്ലെന്ന് സുപ്രീം കോടതി. രാജ്യത്തെ വഖഫ് ഭൂമിയുടെ വിശദാംശങ്ങൾ ഉമ്മീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയപരിധി ഡിസംബർ 5 നിന്ന് നീട്ടണമെന്ന കേരള വഖഫ് ബോർഡ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നിവരടക്കമുള്ളവരുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. എന്തുകൊണ്ട് സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. വഖഫ് ഭേദഗതി നിയമത്തിന്റെ 3B പ്രകാരം സമയപരിധി നീട്ടി നൽകാൻ ട്രൈബ്യൂണലുകൾക്ക് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി ഇടപെടേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ബോധിപ്പിച്ചതിനെ തുടർന്നായിരുന്നു ഇത്. കണ്ടല്ലോ, സുപ്രീം കോടതി അതിന് സമയപരിധി നീട്ടിക്കൊടുത്തില്ല. പകരം സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടും വഖഫ് ബോർഡിനോടും മറ്റും ട്രൈബ്യൂണലിനെ സമീപിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ അവർ ട്രൈബ്യൂണലിനെ സമീപിച്ചു. അപ്പോഴെന്തുണ്ടായി അത് കാണാം. അപ്പോൾ കഴിഞ്ഞ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടു, സുപ്രീം കോടതി ഉമ്മീദ് പോർട്ടലിൽ വഖഫ് സ്വത്തുക്കൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയപരിധി ഡിസംബർ 6 നിന്ന് നീട്ടിക്കൊടുക്കാൻ തയ്യാറായില്ല. അവർ ട്രൈബ്യൂണലിൽ ബന്ധപ്പെടാനാണ് പറഞ്ഞത്. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും വഖഫ് ബോർഡും ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടപ്പോൾ ട്രൈബ്യൂണൽ 3 മാസത്തേക്ക് നീട്ടിക്കൊടുക്കുകയുണ്ടായി. ആ വിവരം നമുക്ക് ഇവിടെ മാധ്യമം പത്രം 28/2/2026 നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ നമുക്കിങ്ങനെ വായിക്കാം. സംസ്ഥാനത്തെ മുഴുവൻ വഖഫ് സ്ഥാപനങ്ങളുടെയും കേന്ദ്ര ഉമ്മീദ് പോർട്ടൽ പൂർണ്ണമായും കൃത്യമായും രേഖപ്പെടുത്തണമെന്ന് വഖഫ് ബോർഡ് കർശന നിർദ്ദേശം നൽകി. ബോർഡിൽ നിലവിൽ രജിസ്ട്രേഷനുള്ള വഖഫ് സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ സ്വത്തുക്കൾ പോർട്ടലിൽ ചേർക്കുന്നതിന് ട്രൈബ്യൂണൽ അനുവദിച്ച സമയപരിധി അവസാനിച്ചാൽ പിന്നീട് നിയമപ്രകാരം അവസരം ഉണ്ടാവുകയില്ല. ഇത് സ്ഥാപനത്തിന്റെ തുടർ പ്രവർത്തനത്തെ ബാധിക്കും. ഇതുവരെ വഖഫ് സ്വത്തുക്കൾക്ക് ബോർഡുകൾ രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾ 3 മാസത്തിനുള്ളിൽ പോർട്ടലിൽ രേഖകൾ സഹിതം അപേക്ഷിക്കണം. കണ്ടോ, 3 മാസമാണ് സമയം കൊടുത്തിരിക്കുന്നത്. ആ 3 മാസത്തിന്റെ സമയപരിധി ഇവിടെ വായിക്കാം. അതുകൊണ്ട് എല്ലാ വഖഫ് ബോർഡ് ഭാരവാഹികളും മുത്തവല്ലിമാരും തങ്ങൾ സംരക്ഷിക്കുന്ന വഖഫ് സ്വത്തുക്കളുടെ മുഴുവൻ വിവരങ്ങളും കൃത്യവും പൂർണ്ണമായും പോർട്ടലിൽ രേഖപ്പെടുത്തി അതിന്റെ വിശദാംശങ്ങൾ 2026 മാർച്ച് 15 മുൻപായി അതാത് ബോർഡ് ഓഫീസുകളിൽ നൽകണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ TH ഹാരിസ് മുഹമ്മദ് അറിയിച്ചു. അപ്പോൾ ഇവിടെ ഡേറ്റ് തന്നിരിക്കുന്നത് മാർച്ച് 15, 2026 എന്നാൽ അത് ട്രൈബ്യൂണൽ ഏപ്രിൽ 30 വരെ ആക്കിയിട്ടുണ്ട്. ആ ഡേറ്റ് ഏപ്രിൽ 30 നാളെയാണ്. നാളെ ഈ ഡേറ്റ് അവസാനിക്കുകയാണ്. കണ്ടല്ലോ, അപ്പോൾ ട്രൈബ്യൂണൽ തന്നിട്ടുള്ള ഈ സമയപരിധി നാളെ അവസാനിക്കുകയാണ്. നാളെ ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ ബാക്കി ആരെങ്കിലുമൊക്കെ അവരുടെ അനാസ്ഥ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ നിങ്ങൾ അവരുടെ പ്രോപ്പർട്ടികൾ വഖഫ് ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സർക്കാരിലേക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല.
ഇതിന് നിയമ നടപടികൾക്കൊക്കെ ധാരാളം സാധ്യതകളുണ്ട്. അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല്ലും നഖവും ഉപയോഗിച്ച് നമ്മുടെ നിയമവ്യവസ്ഥകളെ കൊണ്ട് തടയാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ ഞാനൊരു രസകരമായ വിഷയം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതെന്തെന്നാൽ, മുനമ്പം വഖഫ് 404 ഏക്കർ സിദ്ദീഖ് സേഠ് വഖഫ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ മുത്തവല്ലി എന്ന് പറയുന്നത് ഫാറൂഖ് കോളേജാണ്. ഫാറൂഖ് കോളേജിനെ സംബന്ധിച്ച് അവർ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രവൃത്തികൾ, അവർ ഈ സ്വത്തുക്കൾ വിൽക്കുകയും മറ്റും ചെയ്ത അതിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് ഫാറൂഖ് കോളേജിന് 2 or 3 നോട്ടീസുകൾ അയച്ചിരുന്നു. നിങ്ങൾ വരൂ, ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതുണ്ട്. അവർ മുത്തവല്ലി എന്ന നിലക്കാണ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫാറൂഖ് കോളേജ് അധികാരികൾ ആ വഖഫിൻ്റെ സമൻസിന് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളതിനെ പുല്ലുവില കൽപ്പിക്കുകയും അവർ അവിടെ വഖഫ് ബോർഡിൽ പോകാതിരിക്കുകയും ഉണ്ടായി എന്ന് നമുക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് ഫാറൂഖ് കോളേജിനെ മുത്തവല്ലി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും, മുത്തവല്ലി സ്ഥാനത്ത് നിന്ന് അവർ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഓട്ടോമാറ്റിക്കലി വഖഫ് ബോർഡാണ് ഈ പ്രോപ്പർട്ടിയുടെ മുത്തവല്ലിയായി മാറുന്നത്. ഞാൻ 1-2 പ്രാവശ്യം വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഔദ്യോഗികമായിട്ടല്ല, സുഹൃത്ത് വലയങ്ങളിലൂടെ ബന്ധപ്പെട്ടിട്ട് ഈ മുനമ്പം വഖഫിൻ്റെ 404 ഏക്കർ ഉമ്മേദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ചെയ്യേണ്ടത് വഖഫ് ബോർഡാണ്. കാരണം വഖഫ് ബോർഡാണ് ഇതിൻ്റെ മുത്തവല്ലി എന്ന് ഞാൻ അവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായിരുന്നു. അപ്പോഴേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മറുപടി, അത് ചെയ്യും അവർ, തീർച്ചയായിട്ടും ഈ സ്വത്ത് നഷ്ടപ്പെടാൻ അവർ വിടുകയില്ല, 404 ഏക്കർ വഖഫ് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മേദ് പോർട്ടലിൽ വഖഫ് ബോർഡ് അതിന് അപ്ലോഡ് ചെയ്യും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി വഖഫ് ബോർഡ് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡ് തന്നെ വഖഫ് ബോർഡിനെതിരെ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളേണ്ടി വരും. ആ വിഷയം നമുക്ക് ഈ മേൽ വായിച്ചിട്ടുണ്ടായിരുന്ന പത്ര റിപ്പോർട്ടിൻ്റെ ഭാഗം ഒന്ന് വായിച്ച് ഞാൻ കേൾപ്പിക്കാം. എങ്ങനെയാണ് വഖഫ് ബോർഡിനെ തന്നെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ റിപ്പോർട്ട് ഞാൻ നേരത്തെ വായിച്ചതാണ്. വഖഫ് സ്വത്ത് പോർട്ടലിൽ രേഖപ്പെടുത്താത്തവർക്ക് എതിരെ നടപടി. ഇത് മാധ്യമം പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. 28/2/2026. ഞാനിപ്പോൾ അല്പസമയം മുമ്പ് വായിച്ചു കേൾപ്പിച്ചതാണ്. അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഉമ്മേദ് പോർട്ടലിൽ നിരവധി വഖഫുകൾ തങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനായോ ഭാഗികമായോ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ചിലത് തെറ്റായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഗുരുതര നിയമലംഘനമായി മാറുമെന്നും വഖഫ് ഭാരവാഹികൾക്കും മുത്തവല്ലിമാർക്കുമെതിരെ ശിക്ഷാ നടപടികൾക്ക് കാരണമാകുമെന്നും ബോർഡ് ഓർമ്മിപ്പിച്ചു. അപ്പോൾ മുഹമ്മദ് സിദ്ദീഖിൻ്റെ ഈ വഖഫ് പ്രോപ്പർട്ടി വഖഫ് പോർട്ടലിൽ വഖഫ് ബോർഡ് മുത്തവല്ലി എന്ന നിലയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡ് തന്നെ വഖഫ് ബോർഡിനെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രതീക്ഷ ഇവിടെ അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിട്ടുകളയുന്നില്ല. ഈ സ്വത്തിനെ സംബന്ധിച്ച് ഇനി ട്രൈബ്യൂണൽ വേറൊരു രീതിയിൽ വഖഫിന് എതിരായിട്ടുള്ള, വഖഫ് നിയമങ്ങൾക്ക് എതിരായിട്ടോ വഖഫിനെതിരായിട്ടോ ഈ സ്വത്തിന് മുസ്ലിങ്ങൾക്കും എതിരായിട്ടോ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ പ്രവർത്തനം നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. നമ്മളുടെ ശ്വാസം നിലനിൽക്കുന്നത് വരെ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു അതിൻ്റെ വിജയം നമുക്ക് കണ്ടെത്തിച്ചു തരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.